പേടി തോന്നുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? അച്ഛൻ്റെയോ അമ്മയുടെയോ അടുത്തേക്ക് ഓടിച്ചെല്ലും. എന്നാൽ നിങ്ങളെ സഹായിക്കാൻ ശക്തിയുള്ള വേറൊരാളുണ്ട്, മറ്റെല്ലാവരേക്കാളും ശക്തിയുള്ള ഒരാൾ. അതാരാണെന്നറിയാമോ? അത് ദൈവമാണ്. നമുക്ക് ബൈബിളിൽ നിന്ന് ദാവീദ് എന്നു പേരുള്ള ഒരു യുവാവിനെ കുറിച്ചുള്ള കഥ കേട്ടാലോ? ദൈവം എല്ലായ്പ്പോഴും തന്നെ സഹായിക്കുമെന്നും ദാവീദിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അവന് ഒട്ടും പേടി തോന്നിയില്ല. ദാവീദ് ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ അവൻ്റെ അച്ഛനമ്മമാർ ദൈവത്തെ സ്നേഹിക്കാൻ അവനെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് പേടിപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ടായപ്പോഴും ദാവീദിന് പേടി തോന്നാതിരുന്നത്. ദൈവം തൻ്റെ സുഹൃത്താണെന്നും അവൻ തന്നെ സഹായിക്കുമെന്നും ദാവീദിന് ഉറപ്പായിരുന്നു. ഒരിക്കൽ ദാവീദ് ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വലിയ സിംഹം വന്ന് ഒരു ആടിനെ കടിച്ചെടുത്തുകൊണ്ട് പോയി. ദാവീദ് എന്തു ചെയ്തെന്നോ? അവൻ സിംഹത്തിൻ്റെ പിന്നാലെ ഓടിച്ചെന്ന് അതിനെ കൊന്നു. പിന്നെ ഒരിക്കൽ ഒരു കരടി ആടിനെ ആക്രമിച്ചപ്പോൾ അവൻ അതിനെയും കൊന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആരാണ് ദാവീദിനെ സഹായിച്ചത്? ദൈവം. ദാവീദ് വളരെയേറെ ധൈര്യം കാണിച്ച മറ്റൊരു സംഭവമുണ്ടായി. ഇസ്രായേലിയർ ശത്രുക്കളായ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുകയായിരുന്നു. ഫെലിസ്ത്യരുടെ പട്ടാളക്കാരിൽ വളരെയേറെ ഉയരമുള്ള ഒരാളുണ്ടായിരുന്നു. ഒരു രാക്ഷസൻ, ഗോലിയത്ത് എന്നായിരുന്നു അയാളുടെ പേര്. ഈ മല്ലൻ ഇസ്രായേലിലെ പട്ടാളക്കാരെയും ദൈവത്തെയും കളിയാക്കിക്കൊണ്ടിരുന്നു. തന്നോട് യുദ്ധം ചെയ്യാൻ ഗോലിയാത്ത് ഇസ്രായേലിലെ പട്ടാളക്കാരെ വെല്ലുവിളിച്ചു. ഇസ്രായേൽക്കാർക്കെല്ലാം അവനോട് യുദ്ധം ചെയ്യാൻ പേടിയായിരുന്നു. അപ്പോഴാണ് ദാവീദ് ഇതേക്കുറിച്ച് അറിയുന്നത്. അവൻ ഗോലിയാത്തിനോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാം. ദൈവം എന്നെ സഹായിക്കും. ഞാൻ നിന്നെ തോൽപ്പിക്കും. എന്തൊരു ധൈര്യമാണ് ദാവീദിന്, അല്ലേ? അവൻ വളരെ ധൈര്യശാലിയായിരുന്നു. പിന്നെ എന്തു സംഭവിച്ചെന്ന് നമുക്കറിയണ്ടേ? ദാവീദ് തൻ്റെ കവണയും മിനുസമുള്ള 5 കല്ലുകളും എടുത്ത് മല്ലൻ്റെ നേരെ ചെന്നു. ഈ കവണ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ആകൃതിയിലാണ് ഈ ഒരു കമ്പിൽ വലിയൊരു നാട കെട്ടിയിട്ട് കവണ അഥവാ തെറ്റാലി ഉണ്ടാക്കുന്നത്. ആദ്യകാലത്തെ ആയുധങ്ങളിൽ ഒന്നാണ് കവണ. വലിയുന്ന നാടയുടെ മധ്യത്തിൽ കല്ല് അതുപോലെയുള്ള കട്ടിയുള്ള വസ്തുക്കൾ വെച്ചിട്ട് ശക്തിയോടെ വലിച്ചു വിട്ട് ലക്ഷ്യസ്ഥാനത്ത് കൊള്ളിക്കുന്നതാണ് കവണയുടെ പ്രവർത്തനം. ഈ ദാവീദ് ഒരു ബാലനാണെന്ന് കണ്ടപ്പോൾ ഗോലിയാത്ത് അവനെ കളിയാക്കി. അത് കേട്ട ദാവീദ് അവനോട് പറഞ്ഞു: നീ വാളുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ ദൈവത്തിൻ്റെ നാമത്തിൽ നിൻ്റെ നേരെ വരുന്നു. പിന്നെ അവൻ ഒരു കല്ലെടുത്ത് കവണയിൽ വച്ച് ഗോലിയാത്തിന് നേരെ ഓടിക്കൊണ്ട് കല്ല് അവന് നേരെ വീശിയെറിഞ്ഞു. കല്ല് മല്ലൻ്റെ നെറ്റിയിൽ ആഞ്ഞു പതിച്ചു. മല്ലൻ ചത്തു വീണു. പേടിച്ചിരണ്ട ഫെലിസ്ത്യർ 4 പാടും ഓടി. ഒരു ബാലനായിരുന്ന ദാവീദിന് ഇത്ര വലിയ മല്ലനെ കൊല്ലാൻ എങ്ങനെ കഴിഞ്ഞു? ദൈവം ദാവീദിനെ സഹായിച്ചു. ദൈവത്തിന് ആ രാക്ഷസനേക്കാൾ വളരെയേറെ ശക്തിയുണ്ടായിരുന്നു. ദാവീദിൻ്റെ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ദൈവത്തിനാണ് മറ്റാരേക്കാളും ശക്തിയുള്ളത്. ആ ദൈവത്തെ നിങ്ങളുടെ സുഹൃത്താക്കുക. ഇനി എപ്പോഴെങ്കിലും പേടി തോന്നിയാൽ കൂടെ ദൈവമുണ്ടല്ലോ എന്ന് ഓർക്കണം. ദൈവത്തിന് നിങ്ങളെ ധൈര്യപ്പെടുത്താൻ കഴിയും.